പത്തനംതിട്ട പന്തളത്ത് അപകട ഭീഷണി ഉയർത്തിയ വൃക്ഷം മുറിച്ചുമാറ്റി. 100-ലധികം വർഷം പഴക്കമുള്ള മരം കളക്ടറുടെ നിർദ്ദേശപ്രകാരം KSTP ആണ് മുറിച്ചുമാറ്റിയത്. പക്ഷികളെ ഒഴിവാക്കാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് പന്തളം നഗരസഭ വൃക്ഷത്തിൽ വല വിരിച്ചത് വിവാദമായിരുന്നു. വൃക്ഷപൂജയ്ക്ക് ശേഷമായിരുന്നു 100 വർഷത്തിലധികം പഴക്കമുള്ള പന്തളം KSRTC റോഡരികിലെ കൂറ്റൻ മാവ് മുറിച്ചത്. അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന മാവ് 7 ദിവസത്തിനുള്ളിൽ മുറിച്ചു മാറ്റാൻ കളക്ടർ KSTPക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വൃക്ഷം മുറിച്ചു മാറ്റുന്നതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നാട്ടുകാർ അഭിപ്രായം പറഞ്ഞു. ജനങ്ങൾക്ക് ഉപകാരമായിരുന്നു. തണലിൽ വർഷങ്ങളായിട്ടുള്ള മരമാണ്. ഒരു മരം മുത്തശ്ശി എന്ന് തന്നെ പറയാം. പക്ഷേ അത് ചെവിട് ദ്രവിച്ചു പോയി. ഏത് നിമിഷവും അത് താഴെ വീഴും എന്നുള്ള അപകടകരമായ കാര്യം മനസ്സിലാക്കി അത് ദുരന്ത നിവാരണ സമിതി അറിയിക്കുകയും കളക്ടറെ അറിയിക്കുകയും ചെയ്തു. നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലാണ് ഈ മരം ഇവിടെ നിന്നിരുന്നത്. ഇതിൻ്റെ ഉൾഭാഗം മുഴുവനും ചെതല് നിന്നിരിക്കുകയാണ്. കാറ്റടിക്കുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര പേടിച്ചാണ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. തണൽ മരമാണെങ്കിലും മനുഷ്യർക്ക് ഒരുപാട് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അടിഭാഗമൊക്കെ ദ്രവിച്ചു പോയിരിക്കുകയാണ്. 100 വർഷം പഴക്കമുള്ളതാണ്. ഈ പന്തളത്തിൻ്റെ പലതും കണ്ട മരമാണ്. പക്ഷേ നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. മാവിൽ തമ്പടിച്ചിരുന്ന പക്ഷികളുടെ കാഷ്ടം മാലിന്യ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന പരാതിയെ തുടർന്ന് 2 വർഷം മുമ്പ് മാവിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റി വലയിട്ടിരുന്നു. കഴിഞ്ഞ ജൂണിൽ മാവിന്റെ ചുവട് ദ്രവിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തിരക്കേറിയ റോഡിൽ ചുവട് ദ്രവിച്ച മരം നിൽക്കുന്നതിലെ അപകടാവസ്ഥ പന്തളം നഗരസഭ അധികൃതർ കളക്ടറെ അറിയിച്ചു. തുടർന്ന് റവന്യൂ വകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. മാവിന് പകരം 25 വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കാനാണ് പന്തളം നഗരസഭയുടെ തീരുമാനം. റിപ്പോർട്ടർ, പത്തനംതിട്ട.